കേരളത്തിൽ കൂടുതൽ പ്രവർത്തനങ്ങളിൽ ഇടപെടുന്നുണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട്. എന്തൊക്കെയാണ് ഈശയുടെ പ്രവർത്തനങ്ങൾ കേരളത്തിൽ? സോ ഈശയ്ക്ക് സദ്ഗുരുവിൻ്റെ ഒരു വിഷൻ നോക്കുകയാണെങ്കിൽ എല്ലാവരിലേക്കും അറ്റ്ലീസ്റ്റ് ഒരു തുള്ളി ആത്മീയതയെങ്കിലും എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത്. പക്ഷേ ഇതാണ് വിഷനെങ്കിലും ഒരുപാട് സാമൂഹിക സോഷ്യൽ ഔട്ട്റീച്ച് പ്രോജക്ട്സ്, ഒരുപാട് സാമൂഹിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഇങ്ങനത്തെ ആക്ടിവിറ്റീസ് വളരെ കുറവാണ്. മോസ്റ്റ്ലി എല്ലാം തമിഴ്നാട് ബേസ്ഡ് ആണ്. ഈ സോഷ്യൽ ഔട്ട്റീച്ച് പ്രോജക്ട്സ് എല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഈവൻ മരം നടുന്നതായാലും അല്ലെങ്കിൽ കാവേരി കോളിംഗ് പ്രോജക്റ്റ്, ഫാമേഴ്സിൻ്റെ വെൽബീയിങ്ങിനായിട്ടുള്ള പല പല പ്രോജക്ട്സ്, വിദ്യാഭ്യാസം, ഈ എല്ലാ പ്രോജക്ട്സും നടക്കുന്നത് തമിഴ്നാട് ബേസ്ഡ് ആയിട്ടാണ്. സോ ഞാനിവിടെ 2010 ഫുൾ ടൈമായിട്ട് വന്നതാണ്. ആൻഡ് 2015 വരെ ഞാൻ ആശ്രമത്തിൽ ഫുൾ ടൈമായിട്ട് തന്നെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇത് കൂടുതൽ ആളുകളിലേക്ക്, എന്താണ് ഞാൻ എക്സ്പീരിയൻസ് ചെയ്തത്, അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം. വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് എത്തിക്കാനുള്ള ആ ഒരു എംപവർമെൻറ്റ് എനിക്കില്ലായിരുന്നു. 2010 വന്നിട്ട് 5 ഇയേഴ്സിൽ ഐ വെൻറ്റ് ത്രൂ ടീച്ചേഴ്സ് ട്രെയിനിങ്. ഇവിടെ ഇന്നർ എഞ്ചിനീയറിംഗ് ആളുകളിലേക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊരു ട്രെയിനിങ് ഉണ്ട്. ആ ട്രെയിനിങ്ങിലൂടെ കടന്നു പോകാനുള്ളൊരു അവസരം ഉണ്ടായി. ആ ട്രെയിനിങ് കഴിഞ്ഞപ്പോൾ ഇത് കേരളത്തിലെ എല്ലാവരിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹം വളരെ തീവ്രമായി വന്നു തുടങ്ങി. പിന്നെ സദ്ഗുരുവിനോട് ചോദിച്ചു, ഇങ്ങനൊരു ആഗ്രഹമുണ്ട്, കേരളത്തിലോട്ട് എത്തിക്കാനുള്ളത് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ സദ്ഗുരു ഓൾസോ ഗിവ് എ ഗോ ഹെഡ്. സോ അങ്ങനെ കേരളത്തിൽ പ്രോഗ്രാംസ്, ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാംസ് കൂടുതൽ നമ്മൾ ചെയ്തു തുടങ്ങി. ആ 2015 മുതലുള്ള സമയത്തിലാണ് നമ്മൾ പ്രോഗ്രാംസ് ആക്ച്വലി കേരളത്തിൽ കൂടുതലായിട്ട് എത്തിച്ചു തുടങ്ങിയത്. അതിനു മുമ്പ് വരെ പാലക്കാടും തിരുവനന്തപുരത്തും ഇടയ്ക്കിടയ്ക്ക് 1-2 പ്രോഗ്രാം നടക്കും. പിന്നെ സത്സംഗ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് പേരുണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു. പിന്നീട് ഒരുപാട് വോളണ്ടിയേഴ്സ് നമ്മുടെ കൂടെ കൂടി ഇന്നർ എഞ്ചിനീയറിംഗ് ചെയ്യാൻ ഒരു മലയാളിയും കൂടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ കൂടുതൽ വോളണ്ടിയേഴ്സ് ഒരുപാട് വന്നു തുടങ്ങി. സോ അങ്ങനെ നമുക്ക് തിരുവനന്തപുരത്തും പാലക്കാട് മാത്രമായിരുന്നത് പിന്നെ കൊച്ചിയിൽ വന്നു. പിന്നെ അവിടെ നിന്ന് തൃശ്ശൂരും കണ്ണൂരും കോട്ടയവും പോയി. പിന്നെ കൊല്ലം, ഇപ്പം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ മെയിൻ ടൗൺസിലും നമ്മൾ ഇന്നർ എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലകളിലും സെൻറ്റർ ഉണ്ടോ? എങ്ങനെയാണ് ഇപ്പോഴത്തെ പ്രോഗ്രാം? നമ്മൾ നോക്കുന്ന ഒരു ഫിസിക്കലായിട്ടുള്ളൊരു സെൻറ്ററിനെ കുറിച്ചല്ല, നമ്മൾ ബിൽഡിംഗ് ആ ഒരു കോൺസെപ്റ്റ് അല്ല. നമ്മൾ ആശ്രമം എന്ന് പറയുമ്പോൾ ഇവിടെ ഈശ യോഗ സെൻറ്റർ കോയമ്പത്തൂരുണ്ട്, സദ്ഗുരു സന്നിധി ബാംഗ്ലൂരുണ്ട്. പക്ഷേ അതൊരു പ്രതിഷ്ഠ ചെയ്യപ്പെട്ട സ്ഥലമാണ്. ഒരു കോൺസെക്രേറ്റഡ് സ്പേസിനെയാണ് നമ്മൾ ആശ്രമമായിട്ടുള്ളത്, നമ്മൾ ഒരു സെൻറ്ററായിട്ട് കണക്കാക്കുന്നത്. വെളിയിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഒരു കോൺസെക്രേറ്റഡ് സ്പേസ് നമ്മൾ നോക്കുന്നില്ല. നമ്മൾ കൂടുതൽ നോക്കുന്നത് ഒരു ഇന്നർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം, ആ 7 days വർക്ക്ഷോപ്പ് നമ്മൾ എങ്ങനെ ആളുകളിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ എത്തിക്കുക. സോ നമ്മളതിനൊരു റൂം വാടകയ്ക്ക് എടുക്കും, ഏതെങ്കിലും ഒരു ഹാൾ വാടകയ്ക്ക് എടുക്കും, 7 days പ്രോഗ്രാം കണ്ടക്ട് ചെയ്യും. മോസ്റ്റ്ലി സെയിം ഹാളിൽ തന്നെ പിന്നെ നമുക്ക് ഫോളോ അപ്പ് സെഷൻസും അങ്ങനെ എല്ലാം ഉണ്ടാവും. നമുക്ക് ഹാളുള്ളത് തിരുവനന്തപുരത്ത് നമുക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു ഹാളുണ്ട്. ഒരു ആശ്രമം പോലെയല്ല, പക്ഷേ ഒരു ഹാളുണ്ട് വെയർ വി കണ്ടക്ട് പ്രോഗ്രാംസ് റെഗുലർലി. പാലക്കാടുണ്ട്, ഇപ്പോൾ ആലപ്പുഴയിലൊരു ഹാൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ എല്ലാ സ്ഥലത്തും ഒരു ഹാൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സപ്പോർട്ട് ആൻഡ് വേരിയസ് അതർ തിങ്സ്. കേരളമാണല്ലോ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. എന്താണ് കേരളത്തിൽ നിന്നും ഈശ പ്രതീക്ഷിക്കുന്നത്? കേരളത്തിൽ നിന്നും എന്താണ് ഈശ പ്രതീക്ഷിക്കുന്നത്? അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു ആത്മീയതയുടെ ഒരു തുള്ളിയെങ്കിലും എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ കേരളത്തിലേക്കും നമുക്കത് കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പോൾ ഭാവിയിലേക്കുള്ള ഒരു പരിപാടികളും ഇതിനൊപ്പമാണല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഭാവിയിലേക്കുള്ളൊരു പരിപാടി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഒരു തുള്ളി ആത്മീയത എല്ലാവരിലേക്കും എത്തിക്കണമെന്നുള്ളതാണ് ആഗ്രഹം. സോ നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഇതെന്താണെന്ന് വെച്ചാൽ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുമ്പം എല്ലാവരും വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പക്ഷേ ആ പാർട്ടിസിപ്പേഷൻ നമുക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും അറിയാം, ഒരു 7 ദിവസത്തെ ആളുകളുടെ കമ്മിറ്റ്മെൻറ്റ് കിട്ടണമെങ്കിൽ വളരെ വളരെ ബുദ്ധിമുട്ടാണ്. സോ ഡെഫിനറ്റ്ലി അവർ ഡിസയർ ഈസ് as many people as possible sit with their eyes closed and start their day with a meditation. ഒരു ധ്യാനത്തോടു കൂടി അവരുടെ ലൈഫ് ആ ഒരു ഡേ ആരംഭിച്ചു കഴിഞ്ഞാൽ how they spend their whole 24 hours, the quality of life will be very different. അവർ ജീവിക്കുന്ന രീതിയുടെ ആ ഒരു നിലവാരം തന്നെ വളരെ വളരെ വ്യത്യസ്തമായിരിക്കും. ലൈഫ് ക്യാൻ ബിക്കം മച്ച് മോർ പീസ്ഫുൾ, മച്ച് മോർ ജോയ്ഫുൾ. ഒരു ഐഡിയൽ സിറ്റുവേഷനെ കുറിച്ചല്ല പറയുന്നത്, പക്ഷേ അവരിപ്പോൾ എവിടെയാണോ ഉള്ളത് ഒരു അടുത്ത ചുവടെടുക്കാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. തീർച്ചയായിട്ടും കൂടുതൽ അതിലേക്ക് ആഴത്തിൽ പോകാൻ പറ്റുകയാണെങ്കിൽ, അത് കൂടുതൽ നമുക്കുള്ളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഞാൻ കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനെക്കുറിച്ചല്ല പറയുന്നത്, പക്ഷേ എത്രത്തോളം ഇൻറ്റൻസായിട്ട് അത് നമുക്കുള്ളിൽ കൊണ്ടുവരുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. ആ ഒരു നിലയിലേക്ക് നമുക്ക് വരാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ ഒരുപാട് ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും. നമ്മൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി എന്തെങ്കിലും ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചല്ല. ഇപ്പോൾ ഒരു ഹിമാലയത്തിൽ പോയതുകൊണ്ടോ അല്ലെങ്കിൽ ഈശ യോഗ സെൻറ്ററിൽ വന്നതുകൊണ്ടോ ലൈഫിൽ മാറ്റം വരണമെന്നില്ല.
പക്ഷേ നമ്മളത് എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചാണ്. സോ ഈവൻ സിറ്റീസിൽ നമ്മൾ പോകുന്നുണ്ട്, ഇവിടെ ഉള്ള കാര്യം തന്നെയാണ് അവിടെയും പഠിപ്പിക്കുന്നത്. അതവർക്ക് ലൈഫിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഒരു കമ്മിറ്റ്മെൻറ്റോടുകൂടി ലൈഫ് ആ ഒരു ഡേ അതോടുകൂടി ആരംഭിക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദാറ്റ് ഡിഫറൻസ് വിൽ ബി ഇൻ ദെയർ ലൈഫ്. സോ ഇതെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യണമെന്നാണ് ആഗ്രഹം. ജീവിതം ഒരുപാട് മാറിക്കൊണ്ടിരിക്കുന്നത്, അതായത് ജനറേഷൻ ഗ്യാപ്പ് തന്നെ വളരെ വലുതാകുന്നൊരു കാലഘട്ടമാണ് കടന്നു പോകുന്നത്. അതിനൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ മനുഷ്യർ നേരിടുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും അങ്ങ് കേരളമാണ് നോക്കുന്നത്, കേരളത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ. ഇഷയുടെ ഈ പ്രവർത്തനം, അതായത് ഒരു തുള്ളി ആത്മീയത എല്ലാവരിലേക്കും അത്രയും എത്തുന്ന രീതിയിലേക്ക് മാറട്ടെ. ആത്മീയതയിലേക്ക് കേരളത്തെ ആത്മീയത വാരിപ്പുണരട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു, അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്നു, പ്രതീക്ഷിക്കുന്നു. നമസ്കാരം.